നിനക്കും ഒരു കൊയ്ത്തുണ്ട്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. 11 ഗോത്രങ്ങൾ അവിടെ നിൽക്കുമ്പോൾ യഹൂദയോട് പറയുക, നിനക്കൊരു കൊയ്ത്തുണ്ട്. യഹൂദ എന്ന പദത്തിന് നമുക്കറിയാം അർത്ഥം സ്തുതിക്കുന്നവനാണ്. സ്തുതിക്കുന്ന ദൈവജനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഹോശേയ പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്കൊരു കൊയ്ത്തുണ്ട്, നിനക്കൊരു കൊയ്ത്തുണ്ട്. അല്ലെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ കൺവെൻഷന്റെ പകൽ സെഷനിൽ ആദ്യത്തെ സന്ദേശമായി നമുക്ക് കേൾപ്പാൻ ഇടയായിരുന്നത്, നമുക്കൊരു കൊയ്ത്തുണ്ട്. സ്തുതിക്കുവാൻ തയ്യാറാണോ? അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ആരാധിക്കുവാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കൊയ്ത്ത് നൽകുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. യഹൂദയെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. തന്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ അല്ലെങ്കിൽ പലതും നമുക്ക് കേൾപ്പാൻ ഇടയായിരുന്നു. തന്നോടുള്ള വാഗ്ദത്തങ്ങൾ വലുതാണ്. സ്തുതിക്കുന്ന യഹൂദയോടുള്ള വാഗ്ദത്തം വലുതാണ്. എന്നാൽ ആ വാഗ്ദത്തമുള്ള യഹൂദയോട് പറയുക, നിനക്ക് ഒരു കൊയ്ത്തുണ്ട്. എപ്പോൾ? സ്ഥിതി മാറണം. കാരണം സ്തുതിക്കുന്ന യഹൂദയെ, അത് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് വ്യക്തമായി പ്രവാചകൻ തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവി കണ്ടുകൊണ്ട് വ്യക്തമായി പറയുക, നിനക്കൊരു കൊയ്ത്തുണ്ട്. എന്നാൽ നിന്റെ സ്ഥിതിക്കൊരു മാറ്റം വരുത്തണം. അതിന് വാഗ്ദത്തങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കുക. അതുപോലെ തന്നെ പറയുക, നീ ഒരു ബാലസിംഹം. യഹൂദയെ നോക്കിക്കൊണ്ട് പറയുക, ശത്രുക്കൾ നിന്നെ ജയിക്കുകയല്ല, നീ ശത്രുവിനെ ജയിക്കുക. നീ പരാജയപ്പെട്ടവനല്ല, നീ പരാജിതനായി തീരുവാനല്ല, നീ ഒരിക്കലും വീഴ്ച സംഭവിക്കുവാനല്ല, നിരാശ അനുഭവിക്കുവാനല്ല. നിനക്കൊരു ജയമുണ്ട്. ശത്രുവിന്റെ മുമ്പില് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പില് നിനക്കൊരു വിജയമുണ്ട്. നീ വിജയം നേടുന്നവനാ. സ്തുതിക്കുന്ന യഹൂദയെ നോക്കിക്കൊണ്ട്, ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട യഹൂദയെ നോക്കിക്കൊണ്ട് പറയുക, നീ ഒരിക്കലും പരാജിതനല്ല, നീ ജയിക്കുന്നവനാ, നീ ജയിക്കുവന്നവനാ. അല്ലെങ്കിൽ നോക്കുക, നമുക്കറിയാൻ സാധിക്കുക, ആരുടെയും മുമ്പിൽ അല്ലെങ്കിൽ മാറിപ്പോകാത്ത ബാലസിംഹത്തെ നോക്കിക്കൊണ്ട് പറയുക, നീ ഒരു ബാലസിംഹമാ. അല്ലെങ്കിൽ ഏത് മൃഗങ്ങളോ അല്ലെങ്കിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ സിംഹത്തിന് പറയുവാൻ സാധിക്കുക, ഒരു അല്ലെങ്കിൽ മൃഗത്തെയും ഭയക്കാതെ അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെയും മുമ്പിൽ അല്ലെങ്കിൽ മാറി നിൽക്കാതെ ജയം കരസ്ഥമാക്കുന്ന ഒരു ബാലസിംഹമാണ് സ്തുതിക്കുന്ന യഹൂദ. അല്ലെങ്കിൽ എന്റെയും ജീവിതത്തിൽ സ്തുതിക്കാൻ തയ്യാറായ അല്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അല്ലെങ്കിൽ മറ്റ് പ്രതിസന്ധികളുടെ മുമ്പിൽ പതറിപ്പോകുന്നവരല്ല, അതിനെ അതിജീവിപ്പാനുള്ള പ്രതികൂലത്തെയും പ്രതിസന്ധിയും അതിജീവിപ്പാനുള്ള ഒരു ദൈവശക്തി, ഒരു ദൈവകൃപ അല്ലെങ്കിൽ നമ്മുടെ മേൽ പകരുന്ന ഒരു വാഗ്ദത്തമാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. പരാജിതരായി മാറുന്ന, തോൽവി സംഭവിക്കുന്ന അല്ലെങ്കിൽ വീഴ്ച സംഭവിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല നിന്നെ ആരാധിക്കുന്ന നമ്മെ കണ്ടത്, സ്തുതിക്കുന്ന നമ്മെ കണ്ടത്, അതിന് പ്രാർത്ഥിക്കുന്ന നമ്മെ കണ്ടത്, ബാലസിംഹമായി കണ്ട, ആർക്കും വഴിമാറാതെ വിജയം കരസ്ഥമാക്കുന്ന ബാലസിംഹമായി നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, നിന്റെ ജീവിതത്തിൽ സ്തുതിക്കാൻ തയ്യാറാണോ? പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ നിൽക്കാൻ തയ്യാറാണോ? നിന്റെ ജീവിതത്തിൽ ചില വിടുതലുകൾ വെളിപ്പെടുന്ന നിമിഷമായി തീരുക. അവിടെ കൊണ്ട് തീർന്നില്ല. അല്ലെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുക, അവകാശമുള്ളവൻ വരുവോളാം അല്ലെങ്കിൽ സ്തുതിക്കുന്ന യഹൂദയുടെ കൈല അല്ലെങ്കിൽ അധികാരത്തിന്റെ ചെങ്കോൽ അല്ലെങ്കിൽ അവകാശമുള്ളവൻ വരുവോളാം, അവകാശമുള്ളവൻ വരുവോളാം അല്ലെങ്കിൽ മറ്റാരുടെ കരത്തിലല്ല, അല്ലെങ്കിൽ സ്തുതിക്കുന്ന യഹൂദയുടെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ അല്ലെങ്കിൽ ആരാധിക്കുന്ന ദൈവജനത്തിന്റെ കരങ്ങളിൽ അല്ലെങ്കിൽ അധികാരത്തിന്റെ ചെങ്കോൽ നൽകുന്ന ദൈവമാ. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, അല്ലെങ്കിൽ ഈ ചെങ്കോൽ നീട്ടണമെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് സ്തുതിക്കാൻ തയ്യാറായി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, അധികാരമുള്ളവർ വരുവോളാം അല്ലെങ്കിൽ മറ്റാരുടെ കരത്തിലല്ല ഈ ചെങ്കോൽ നൽകിയിരിക്കുന്നത്, സ്തുതിക്കുന്ന യഹൂദരുടെ കരത്തില. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ അല്ലെങ്കിൽ ചില അധികാരത്തിന്റെ ചെങ്കോൽ അല്ലെങ്കിൽ ചില ലോകത്തോടെ അധികാരത്തോടെ അല്ലെങ്കിൽ കൽപ്പിക്കാൻ തയ്യാറായ ചില പ്രശ്നത്തോട്
അവിടെ കൊണ്ട് തീർന്നില്ല. അല്ലെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ അവൻ പറയുന്ന ഒരു കാര്യമാണ്, അവൻ യഹൂദ വംശക്കാരനാണെങ്കിൽ നീ അവനെ അല്ലെങ്കിൽ ജയിക്കുകയില്ല. പുസ്തകം 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹാമാൻ എങ്ങനെയെങ്കിലും മൊർദെഖായിയെ പരാജയപ്പെടുത്തണം, മൊർദെഖായിയെ എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ ഇല്ലാതെയാക്കണം. എന്റെ മുന്നിൽ ബഹുമാനിക്കാത്ത, ഹാമാനെ ബഹുമാനിക്കാത്ത, കുമ്പിടാത്ത, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞ അല്ലെങ്കിൽ ദൈവത്തെ സത്യാരാധനയ്ക്ക് മാത്രം അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ മാത്രം അല്ലെങ്കിൽ മുട്ടുമടക്കുന്ന, ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രം ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തെ മാത്രം ബഹുമാനം കൊടുക്കുന്ന അല്ലെങ്കിൽ മൊർദെഖായി ഹാമാന്റെ മുമ്പ് മുട്ടുമടക്കാത്തത് കണ്ടിട്ട് അല്ലെങ്കിൽ സഹികെട്ട് അല്ലെങ്കിൽ സഹിക്കാൻ വയ്യാതെ അവനെ എങ്ങനെ തകർക്കണമെന്ന്, അവനെ നശിപ്പിക്കണമെന്ന് പദ്ധതി ഒരുക്കിക്കൊണ്ട് നടക്കുന്ന ഹാമാനെ തന്റെ കുടുംബവും തന്റെ ഉള്ളവർ പറയുക, അവനൊരു യഹൂദ വംശക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ നീ എത്ര പദ്ധതി ഒരുക്കിയാലോ, നീ എന്തെല്ലാം പ്ലാനുകൾ ഒരുക്കിയാലോ, നീ എത്ര കഴിവറ ഒരുക്കിയാലോ അല്ലെങ്കിൽ അവനെ ജയിക്കാൻ കഴിയത്തില്ല. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. മൊർദെഖായി ഹാമാന്റെ മുമ്പിൽ എന്ത് ചെയ്തില്ല, മുട്ടുമടക്കിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ രാജാവ് ബഹുമാനിക്കുവാൻ തീരുമാനിച്ചു. ഹാമാൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഹാമാനെ കൊണ്ട് തന്നെ ചിലത് പറയിപ്പിച്ചു. അല്ലെങ്കിൽ രാജാവ് ബഹുമാനിക്കുന്ന കൃഷ്ണനെ എന്ത് ചെയ്യണമെന്നുള്ളത് വ്യക്തമായി ഹാമാൻ തന്നെ പറയുവാനിടയായി തീർന്നു. അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞു? ഹാമാൻ പറഞ്ഞു, ചിന്തിച്ചു, അല്ലെങ്കിൽ മറ്റാരെയും ബഹുമാനിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ എന്നെ ആയിരിക്കും ബഹുമാനിക്കുവാൻ സാധ്യത, എനിക്കായിരിക്കും ആ രാജാവിന്റെ ആദരവ് ലഭിക്കാൻ സാധ്യത, അല്ലെങ്കിൽ ഞാനായിരിക്കും ആദരിക്കപ്പെടാൻ സാധ്യത. അതുകൊണ്ട് തനിക്ക് ആഗ്രഹമുള്ളത് മുഴുവന്, താൻ ആഗ്രഹിച്ചത് മുഴുവന് താൻ രാജാവിനോട് പറഞ്ഞു. പറഞ്ഞു തീർന്ന നിമിഷത്തിൽ രാജാവിന്റെ കൽപ്പന മറ്റൊന്നുമല്ലായിരുന്നു. രാജാവ് പറയുവാനുള്ളത് അല്ലെങ്കിൽ നീയാ പറഞ്ഞത് ഒന്നും കുറയാതെ അല്ലെങ്കിൽ നീ പറഞ്ഞില്ലേ, ഞാൻ ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷൻ ഇങ്ങനെയൊക്കെ നീ ചെയ്യണം, അല്ലെങ്കിൽ രാജാവേ അങ്ങ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ അതിന് ഒന്നും കുറയാതെ അല്ലെങ്കിൽ മൊർദെഖായിക്ക് വേണ്ടി നീ ചെയ്യണം. അല്ലെങ്കിൽ ഹാമാനെ അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറഞ്ഞത്, അല്ലെങ്കിൽ നീ തകർക്കുവാൻ ശ്രമിച്ച, നീ പരാജയപ്പെടുത്താൻ ശ്രമിച്ച, നീ അല്ലെങ്കിൽ നാളുകളായി ഇവന്റെ കുടുംബത്തെയോ ഇവന്റെ കുലത്തെയോ എങ്ങനെ ഇല്ലാതെയാക്കണം, ഈ സ്തുതിക്കുന്ന യഹൂദയെ എങ്ങനെ ഇല്ലാതെയാക്കണം, ഈ സമൂഹത്തെ മുഴുവനും നശിപ്പിക്കുവാൻ വേണ്ടി നീ പടകെട്ടിയിരിക്കുകയല്ലേ, അല്ലെങ്കിൽ നീ പലതും പദ്ധതി ഒരുക്കിയിരിക്കുകയല്ലേ. ഈ പദ്ധതിയൊക്കെ നീ ഒരുക്കിയിരിക്കുമ്പോ അല്ലെങ്കിൽ നിന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, മൊർദെഖായിക്ക് വേണ്ടി അല്ലല്ലോ ഹാമാനെ നീ ഇത് ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ നിന്റെ തകർച്ച കാണുക, നിന്നെ തകർത്തി പരസ്യബോധമാക്കി തീർക്കുക, അല്ലെങ്കിൽ കഴിമരമൊരുക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഉയർത്തി നിന്നെ നിന്റെ ചലനമറ്റ ശരീരം അല്ലെങ്കിൽ ഈ കഴിമരത്തിൽ തൂങ്ങി അല്ലെങ്കിൽ ആടുന്നത് കാണുക, അല്ലെങ്കിൽ ഉയർച്ചയോടെ അല്ലെങ്കിൽ ഉയർത്തി കാട്ടിക്കൊണ്ട് നിൽക്കുന്ന ഹാമാനെ അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നീ എത്ര കഴിമരം ഒരുക്കിയാലോ നിന്റെ നാവിൽ നിന്ന് തന്നെ നീ തകർക്കുവാൻ ശ്രമിച്ച, നീ പരാജയപ്പെടുത്താൻ ശ്രമിച്ച, നീ നശിപ്പിക്കാൻ ശ്രമിച്ച മൊർദെഖായിക്കുള്ള നന്മയുടെ അല്ലെങ്കിൽ വാക്കുകൾ അല്ലെങ്കിൽ മറ്റാരുടെ വായിൽ നിന്നല്ല, സ്തുതിക്കുന്ന ദൈവപൈതലിനെ തകർക്കാൻ പദ്ധതി ഒരുക്കിയ നിന്റെ വായിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ മൊർദെഖായിക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ വാക്കുകൾ നിന്റെ നാവിൽ നിന്ന് തന്നെ എന്റെ കർത്താവ് പുറപ്പെടുവിക്കുകയാണ്. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുക,
അവന്റെ നാവിൽ നിന്ന് അത് ശാപത്തിന്റെ വാക്ക്, നിന്റെ തകർച്ചയുടെ വാക്ക്, നിന്നെ തകർക്കുവാനുള്ള കൽപ്പനകൾ മാത്രം വരികയുള്ളൂ. എന്നാൽ ഒരു കാര്യം ഉറപ്പാ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി നിന്നെ തകർക്കുവാൻ, അല്ലെങ്കിൽ പദ്ധതി ഒരുക്കുക, നിന്നെ നശിപ്പിക്കുവാൻ പദ്ധതി ഒരുക്കുക, നിന്റെ പ്രാർത്ഥനയെ ഇല്ലാതെയാക്കുക, നിന്റെ ആരാധനയെ ഇല്ലാതെയാക്കുക, നിന്റെ ദൈവമഹത്വത്തെ ഇല്ലാതെയാക്കുക, അല്ലെങ്കിൽ പദ്ധതി ഒരുക്കിയ നിന്നിൽ നിന്ന് തന്നെ അവനെ മാനിക്കുവാനുള്ള നാവുകൾ അത് ചലിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് എത്തപ്പെടുന്ന ഒരനുഭവത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഹാമാൻ പറയുന്ന അതേ നിലവാരത്തിൽ മൊർദെഖായിയെ മാനിക്കുവാനിടയായി തീർന്നു. ഹാമാനോട് പറഞ്ഞു, നീ മൊർദെഖായിക്ക് വേണ്ടി ഇത് ചെയ്യണം. ഇത് ചെയ്തതിന് ശേഷം എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാമോ? അതിന്റെ 13-ാമത്തെ വാക്യം കൂടി. ഇത് സംഭവിച്ചതൊക്കെയും ഹാമാൻ ആരോട് പറയുക? ഭാര്യയോട് പറയുക. അതിനുശേഷമാണ് നമ്മൾ പറഞ്ഞ പദം അവിടെ കാണുന്നത്. നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് ഹാമാന്റെ അവന്റെ ഭാര്യയോ പറയുന്ന ഒരു പദമാണ്. അവന്റെ പരാജയം. ഹാമാനെ, നിന്റെ വീഴ്ച ആരംഭിച്ചത് നീ ഇപ്പോൾ രാജസന്നിധിയിൽ അപമാനിതനായത്, നീ ആഗ്രഹിച്ചത് നിന്റെ ശത്രുവായവർ അല്ലെങ്കിൽ മൊർദെഖായിക്ക് വേണ്ടി ചെയ്യേണ്ടി വന്നത് മറ്റൊന്നും കൊണ്ടല്ല. അല്ലെങ്കിൽ അവർ ഒരു യഹൂദ വംശക്കാരനാണെങ്കിൽ നീ ഒരുക്കിയ കഴുമരം വെറുതെ, അല്ലെങ്കിൽ നീ ഒരുക്കിയ കഴിമരം വൃഥാ, നീ ഒരുക്കിയ പദ്ധതികൾ അർത്ഥശൂന്യമാകും, അല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ലാതെയായോ. അതുകൊണ്ട് അവർ പറയുന്ന പദമാണ്, അവനൊരു യഹൂദ വംശജനാണെങ്കിൽ അല്ല നീ അവനെ ജയിക്കത്തില്ല, നീ അവനെ ജയിക്കത്തില്ലെന്ന് പറയുമ്പോൾ അതിന്റെ മറു സൈഡ് ഹാമാനെ നീ പരാജയപ്പെടും, അല്ലെങ്കിൽ ഹാമാനെ നീ പരാജയപ്പെടും, നിന്റെ കഴിമരം അല്ലെങ്കിൽ നിന്റെ പദ്ധതികൾ പരാജയപ്പെടും, നിന്റെ പ്ലാനുകൾ പരാജയപ്പെടും. അതിന്റെ കാരണം അല്ലെങ്കിൽ അവനൊരു യഹൂദനാ, അവനൊരു സ്തുതിക്കുന്നവനാ, അവൻ ദൈവത്തെ തെരഞ്ഞെടുക്കപ്പെട്ടവനാ, അവൻ ആരുടെയും മുമ്പ് അല്ലെങ്കിൽ മുട്ടുമടക്കാത്തവനാ, പ്രമാണത്തിന് വിപരീതമായി അല്ലെങ്കിൽ അവൻ ഒന്നും ചെയ്യാത്തവനാ. അതുകൊണ്ട് അവനെ പരാജയപ്പെടുത്തുവാൻ, അവനെ അല്ലെങ്കിൽ നിരാശപ്പെടുത്തുവാനോ അവനെ തകർത്ത് കളയുവാനോ നീ എത്ര പദ്ധതി ഒരുക്കിയാലോ അവിടെ സംഭവിക്കത്തില്ല. അല്ലെങ്കിൽ ഹാമാനെ നീ പരാജയപ്പെട്ടു. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു യഹൂദ സമൂഹത്തെ നോക്കിക്കൊണ്ട് പ്രവാചകനായ ഹോശേയ പറയുക, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്? മറ്റൊന്നുമല്ല, അല്ലെങ്കിൽ നീ പരാജയപ്പെടാത്തവനാ, അതൊക്കെ ശരിയാണ്, നീ ഒരു ബാലസിംഹമാണ്, നിന്റെ കയ്യിൽ അധികാരത്തിന് ചെങ്കോലുണ്ട്, എന്നാൽ അല്ലെങ്കിൽ നിനക്ക് ഇനിയും ഒരു കൊയ്ത്ത് വേണമെങ്കിൽ നിന്റെ സ്ഥിതി മാറണം. ഇന്നലകളിൽ നീ ആരാധിക്കുന്നവരായിരുന്നു, ഇന്നലകളിൽ നീ ആർക്കും അതിന് വഴിമാറി കൊടുക്കാത്ത ബാലസുഖമായിരുന്നു, അതിന് ഇന്നലകളിൽ പലപ്പോഴും അധികാരത്തിന് ചെങ്കോൽ നിന്റെ കയ്യിലുണ്ടായിരുന്നു, അതിന് ആ പലരും നിന്നെ പരാജയപ്പെടുത്താൻ നോക്കിയപ്പോഴും അതിന് അവർ പരാജയപ്പെട്ട് കഴിമരത്തിൽ തൂങ്ങിയ അനുഭവങ്ങൾ പലതുമുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ നിന്റെ അനുഭവം അതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിൽ ആരാധന വിട്ട്, ദൈവവചനം വിട്ട്, അതിൽ പ്രാർത്ഥന വിട്ട്, അത് പലപ്പോഴും അതിൽ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു മാറുന്ന ഒരനുഭവത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുക. അതിനെ നോക്കിക്കൊണ്ട് അതിൽ വ്യക്തമായി പറയുക, നിന്റെ സ്ഥിതി മാറണം.
Praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah. ഹോശേയ പ്രവാചകന്റെ 6-ാമത് ഹല്ലേലൂയ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ അവർ ഹല്ലേലൂയ ആരാധന അവരിൽ നിന്ന് മാറിപ്പോയി. ഇസ്രായേൽ ദൈവജന ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറിപ്പോകുന്ന അനുഭവം വന്നു. ഹല്ലേലൂയ. യാഗം ഹല്ലേലൂയ അവരിൽ നിന്ന് അകന്നു മാറുന്ന അനുഭവം മാറി. ഹല്ലേലൂയ. ഹല്ലേലൂയ ഇന്നലകളിൽ യാഗമർപ്പിച്ചവരാ, ഇന്നലകളിൽ പ്രാർത്ഥിച്ചവരാ, ഇന്നലകളിൽ സ്തുതിച്ചവരാ, അവരിൽ നിന്ന് ഹല്ലേലൂയ രാജാക്കന്മാർ പോലും മാറിപ്പോയി, പ്രഭുക്കന്മാർ മാറിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു യാഗം അവരിൽ നിന്ന് മാറിപ്പോയി. ഹല്ലേലൂയ. ഇങ്ങനെ പലതും അവരിൽ നിന്ന് ദൈവവുമായി അകന്നു മാറിയപ്പോ ഹല്ലേലൂയ ആ അവസ്ഥ കണ്ടുകൊണ്ട് പ്രവാചകൻ വ്യക്തമായി പറയുക, ഹല്ലേലൂയ ഇന്നലകളിൽ ഹല്ലേലൂയ പല അനുഭവങ്ങളും നിന്റെ ജീവിതത്തിൽ പ്രാപിച്ചതാ, ഇറങ്ങി തിരിച്ച നാളുകൾ അല്ലെ പല ദൈവിക നന്മകളും പ്രാപിച്ചതാ, പ്രാർത്ഥിച്ച അനുഭവങ്ങൾക്ക് മറുപടികൾ പലതും കണ്ടതാ. എന്നാൽ ഇപ്പോ ഒത്തിരി വായ്ത്തത്വങ്ങൾ കേട്ട് അതിന് വായ്ത്തത്വങ്ങൾ ജീവിതത്തിലുണ്ട്, എന്നാൽ അത് പ്രാപിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ അതിന് പലപ്പോഴും ആയിരിക്കുന്ന സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മറ്റൊന്നുമല്ല, ഹല്ലേലൂയ നിന്റെ സ്ഥിതി മാറി, ഇന്നലകളിലെ പ്രാർത്ഥനയുടെ അനുഭവം മാറി, ഇന്നലകളിലെ ആരാധനയുടെ അനുഭവം മാറി. ഹല്ലേലൂയ. ഈ സാഹചര്യം അതിന് പലതും മാറ്റപ്പെട്ട അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ ഹല്ലേലൂയ വാഗ്ദത്തം പലതും ജീവിതത്തിൽ നിവൃത്തീകരിക്കാത്ത അനുഭവത്തിലേക്ക് വന്നപ്പോൾ എത്തിയിരിക്കുക. ആ ജനത്തെ നോക്കിക്കൊണ്ട് വ്യക്തമായി പറയുക, യഹൂദേ ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ സ്ഥിതി മാറണം? ഹല്ലേലൂയ. നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. പടകിൽ നിന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ വചനം സംസാരിച്ചു കഴിഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ശൂന്യത മാറണമെങ്കിൽ, നിനക്കൊരു കൊയ്ത്ത് വേണമെങ്കിൽ, നിനക്ക് ഈ സ്ഥിതിക്ക് ഒരു മാറ്റം വേണമെങ്കിൽ ഹല്ലേലൂയ ഈ കരയിൽ പടകിരുന്നാൽ പറ്റത്തില്ല. ഇതിന്റെ സ്ഥിതി ഒന്ന് മാറണം. ഹല്ലേലൂയ. നീ ഇപ്പോൾ കഴിഞ്ഞ രാത്രിയില് നിരാശഭാരവുമായി അല്ലെങ്കിൽ നിരാശയുടെ അനുഭവമായി അല്ലെങ്കിൽ പരാജയത്തിന്റെ അനുഭവമായി കഴിഞ്ഞ രാത്രിയിൽ അല്ലെങ്കിൽ ഒന്നും ലഭിക്കാത്ത അനുഭവമായി അല്ലെങ്കിൽ നിരാശയോടെ കരയിൽ നിൽക്കുന്ന അനുഭവമായിരിക്കാം. എന്നാൽ ഒരു കാര്യമുണ്ട്, നിന്റെ ഈ സ്ഥിതി ഒന്ന് മാറണമോ? ഇന്നലത്തെ രാത്രിയുടെ അധ്വാനത്തിന് യാതൊരു പ്രയോജനവുമില്ലാത്ത അല്ലെങ്കിൽ അനുഭവം അല്ലെങ്കിൽ ആ അനുഭവത്തിനൊരു മാറ്റം വേണോ? നിന്നെ നിറയ്ക്കുവാൻ ശക്തനായവൻ അല്ലെങ്കിൽ പടകിലുണ്ട്. അല്ലെങ്കിൽ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ, നിനക്കൊരു കൊയ്ത്ത് നൽകുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ഉറപ്പ്, നിന്റെ സ്ഥിതി ഒന്ന് മാറണം. ഈ കരയിലിരിക്കുന്ന ഈ പടകെ നിന്റെ സ്ഥിതിക്കൊരു മാറ്റം വന്നാൽ മാത്രമേ നിന്റെ പടക് നിറയത്തുള്ളൂ. എന്റെ കർത്താവ് ഹല്ലേലൂയ കൊയ്ത്ത് നൽകുവാൻ, അതിന് വാഗ്ദത്ത നിവർത്തീകരണം നൽകുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ഉറപ്പ്, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്ഥിതിക്കൊന്ന് മാറ്റം വന്നാൽ മാത്രമേ, നിന്റെ അവസ്ഥകൾക്കൊരു മാറ്റം വന്നാൽ മാത്രമേ അല്ലെങ്കിൽ എന്ത് സംഭവിക്കത്തുള്ളൂ? പടകം നിറയത്തുള്ളൂ. ശൂന്യതയുടെ അനുഭവങ്ങൾ, ശൂന്യതയുടെ സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ രാത്രി അനുഭവങ്ങൾ അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ പടകിനെ ശൂന്യമാക്കിയ സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ നിരാശയുടെ അനുഭവമായിരിക്കാം, ഒഴിഞ്ഞ കരവുമായി ഭവനത്തിലേക്ക് പോകേണ്ട അവസ്ഥയായിരിക്കാം. എന്നാൽ ഒരു കാര്യം ഉറപ്പ്, കർത്താവിന് പറയാനുള്ളത് അല്ലെങ്കിൽ നിന്റെ അല്ലെങ്കിൽ ശൂന്യമായ അവസ്ഥയെ മാറ്റുവാൻ എനിക്ക് പദ്ധതിയുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി നീ പടകിനെ ഒന്ന് ആഴത്തിലേക്ക് നിറങ്ങണം. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിനക്ക് കൊയ്ത്ത് നൽകുവാൻ എന്റെ ദൈവം താല്പര്യമുണ്ട്. അല്ലെങ്കിൽ നിനക്ക് കൊയ്ത്ത് അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തമാ. എന്നാൽ കൊയ്ത്ത് നൽകണമെങ്കിൽ അല്ലെങ്കിൽ സ്ഥിതിക്ക് മാറ്റം വരണം, അവസ്ഥയ്ക്ക് മാറ്റം വരണം, സാഹചര്യത്തിന് മാറ്റം വരണം. അല്ല എങ്കിൽ ഒരിക്കലും കൊയ്ത്ത് നിനക്ക് ലഭിക്കത്തില്ല. ഹല്ലേലൂയ. സ്ഥിതി മാറിയ കൊയ്ത്തുണ്ടെന്ന് യഹൂദയെ നോക്കിക്കൊണ്ട് വാഗ്ദത്തമായി വിളിച്ചു പറഞ്ഞെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നമ്മുടെ ജീവിതത്തിൽ ചില വാഗ്ദത്ത നിവർത്തീകരണം എനിക്കും നിനക്കും വേണ്ടി ഒരുക്കുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്.
ഹല്ലേലൂയ, ഈ കൺവെൻഷന് കേൾക്കപ്പെടുന്ന വചനം അത് നമ്മുടെ സ്തുതികൾക്ക് ഹല്ലേലൂയ, പഴയ കാല ആരാധനയിലേക്ക്, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്, ഹല്ലേലൂയ, വിശുദ്ധ ജീവിതത്തിലേക്ക് ഒരു മടങ്ങി വരവിന് വേണ്ടി, ഹല്ലേലൂയ ഹല്ലേലൂയ, ഒരു മടങ്ങി വരവിന് വേണ്ടി എന്റെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പടവിനെ ആഴത്തിലേക്ക് ഒന്ന് ഇറക്കുവാൻ എന്റെ കർത്താവ് പറഞ്ഞത് ഹല്ലേലൂയ, പത്രോസേ ഹല്ലേലൂയ, വെറുതെയല്ല, ഹല്ലേലൂയ വെറുതെയല്ല, ഹല്ലേലൂയ, അത് പറഞ്ഞത് മറ്റൊന്നിനുമല്ല, നിന്റെ ഇന്നലത്തെ ശൂന്യത മാറ്റാനാ, നിന്റെ ഇന്നലത്തെ ശൂന്യത മാറ്റാനാ, നിനക്ക് വേണ്ടി ഒരു കൊയ്ത്തിന ഒരു നിറയ്ക്കാനാ. അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞതൊന്നും വൃഥാവല്ല. എന്റെ കർത്താവ് വൃഥാവായി ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ കർത്താവ് പറഞ്ഞത് വൃഥാവാക്കല്ല. ആ വാക്കിന് മുമ്പ് നീ ഒന്ന് ഹല്ലേലൂയ പടകിനെ ഇറക്കാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ ഒരു കാര്യം ഉറപ്പാ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ പറയുക, കഴിഞ്ഞ രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, കഴിഞ്ഞ രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, അല്ലെങ്കിൽ ഞാൻ ക്ഷീണിതനാണ്, അല്ലെങ്കിൽ എന്റെ വലുകൾക്ക് അല്ലെങ്കിൽ നശിച്ചിരിക്കുന്ന അനുഭവങ്ങളുണ്ട്, അത് നന്നാക്കുന്ന അല്ലെങ്കിൽ ജോലിയിലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ ഒത്തിരി ഭാരമുണ്ട്, ഞാൻ ഇങ്ങനെ ഭവനത്തിൽ ചെന്ന് അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങണം, എനിക്ക് ഒന്ന് കിടക്കണം, എനിക്ക് കാരണം കഴിഞ്ഞ രാത്രിയിലെ ക്ഷീണം എനിക്കൊന്ന് മാറ്റണം, അല്ലെങ്കിൽ അടുത്ത രാത്രിയിൽ എനിക്ക് വീണ്ടും പോകേണ്ടതാ, എനിക്ക് ഈ പകൽക്കാല അല്ലെങ്കിൽ ഉറങ്ങേണ്ടത് ആവശ്യമാണ്. അത് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മാറി നിൽക്കാനല്ല, അല്ലെങ്കിൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ആ വാക്കിന് മുമ്പ് പകലത്ത് അല്ലെങ്കിൽ രാത്രിയിലെ അധ്വാനങ്ങൾ മുഴുവൻ നിൽക്കുമ്പോൾ കർത്താവിന്റെ വാക്കിന് മുമ്പ് പടകിനെ ഇറക്കാൻ തയ്യാറായ അല്ലെങ്കിൽ പത്രോസിന് വേണ്ടി ദൈവം കൊയ്ത്തൊരുക്കിയെങ്കിൽ, നിറവൊരുക്കിയെങ്കിൽ, അല്ലെങ്കിൽ നിന്റെയും എന്റെയും ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവ ശബ്ദത്തിന് മുമ്പ് അല്ലെങ്കിൽ മുന്നോട്ട് അല്ലെങ്കിൽ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായാൽ, ദൈവ ശബ്ദത്തിന് മുമ്പ് മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായ ഒരു കാര്യം ഉറപ്പാണ്, ഇന്നലകളിൽ പരാജയപ്പെട്ട അനുഭവത്തിൽ നിന്ന്, ഇന്നലകളിലെ ശൂന്യതയുടെ അനുഭവത്തിൽ നിന്ന് ഒരു നിറവിന്റെ അനുഭവം, ഒരു കൊയ്ത്തിന്റെ അനുഭവം, പ്രാർത്ഥന റവന ഘടകം അതുര പ്രൗഢവന അർഗത്തുനാഥനാഥന ഒരുക്കുന്നതിന് വേണ്ടി എന്റെ കർത്താവ് ഒരുക്കുവാൻ ശക്തനാ. ആ കർത്താവ് നമുക്ക് വേണ്ടി ഹല്ലേലൂയ കൊയ്ത്തൊരുക്കുവാൻ ശക്തനാ. ഹല്ലേലൂയ, അങ്ങനെയെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ സ്ഥിതിയൊന്ന് മാറണം, സ്ഥിതിയൊന്ന് മാറണം, അല്ലെങ്കിൽ സ്ഥിതിയൊന്ന് മാറണം, അല്ലെങ്കിൽ സ്ഥിതി മാറിയാൽ മാത്രമേ ഇന്നലകളിലെ അനുഭവം മാത്രം വെച്ചുകൊണ്ട് നമ്മൾ ഇരുന്നാൽ പോരാ. ആ സ്ഥിതിയൊന്ന് മാറുവാൻ തയ്യാറായ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ പുറകുറുക്കുന്ന അനുഭവങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വാഗ്ദത്തം കൊടുത്തു, നാളെ അല്ലെങ്കിൽ ഹല്ലേലൂയ എന്ത് ലഭിക്കും നിനക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്റെ കർത്താവ് അല്ലെങ്കിൽ കാടയെ ഒരുക്കും, വാഗ്ദത്തം കേട്ടു. എന്നാൽ വാഗ്ദത്തം കേട്ട ഇസ്രായേൽ മക്കളോട് പറയാനുള്ളത് അല്ലെങ്കിൽ നിനക്ക് വാഗ്ദത്തം കേട്ട് വീട്ടിലിരിക്കുവാനല്ല, അല്ലെങ്കിൽ സമുദ്രത്തിൽ നിന്ന് ലിബിയാദാന്റെ തലയെ തകർത്തുകൊണ്ട് മരുഭൂവാസികൾക്ക് ആഹാരമായി കാട പറന്നു വരുന്നുണ്ട്. എന്നാൽ നിനക്കൊരു വാഗ്ദത്തമുണ്ട്, നിനക്ക് അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന വാഗ്ദത്തം അല്ലെങ്കിൽ വിദൂരതയിൽ നിന്ന് ദൂരെ നിന്ന് അല്ലെങ്കിൽ നിനക്ക് വേണ്ടി എന്ത് നൽകി, അല്ലെങ്കിൽ ചെറിയ കാടയായി നിന്റെ അരികിലേക്ക് വരികയാ. നിന്റെ ജീവിതത്തിൽ ഒന്ന് പുറത്തിറങ്ങണം, കൂടാരത്തിൽ നിന്ന് പുറത്തിറങ്ങണം, നിന്റെ തലയ്ക്ക് മുകളിലൂടെ അല്ലെങ്കിൽ കയ്യെത്താവുന്ന ദൂരത്തിലൂടെ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്തം പറക്കുന്നുണ്ട്, അല്ലെങ്കിൽ പറക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിന്റെ അവസ്ഥയൊന്ന് മാറി, അല്ലെങ്കിൽ അകത്തിരുന്ന് അല്ലെങ്കിൽ ആ അവസ്ഥയൊന്ന് മാറി, അല്ലെങ്കിൽ കുറുവെറുപ്പിന്റെ അവസ്ഥയൊന്ന് മാറ്റി, അല്ലെങ്കിൽ സ്ഥിതിയൊന്ന് മാറി, അല്ലെങ്കിൽ പുറത്തേക്കൊന്ന് ഇറങ്ങി വന്ന് ഈ അവകാശത്തിൽ നിന്ന് പിടിച്ചടക്കാൻ തയ്യാറാണോ? നിന്റെ തലയ്ക്ക് മുകളിലൂടെ നിന്റെ ഹല്ലേലൂയ ഇന്നലത്തെ പുറുപുറുപ്പിന്റെ ഹല്ലേലൂയ അനുഭവത്തിൽ നിന്ന് ഒരു മറുപടി ഒരുക്കുവാനായി നിന്റെ തലയ്ക്ക് മുകളിലൂടെ അല്ലെങ്കിൽ പറക്കുന്ന വാഗ്ദത്തത്തെ ഒന്ന് കൈ ഉയർത്തി പിടിക്കുക, അല്ലെങ്കിൽ ഒന്ന് കൈ ഉയർത്തി പിടിക്കുക, അല്ലെങ്കിൽ എന്റെ കർത്താവ് ആഗ്രഹിക്കുക, അല്ലെങ്കിൽ നിനക്ക് വാഗ്ദത്തം നൽകിയിരിക്കുക കൂടാരത്തിനകത്ത് ഒതുങ്ങാനല്ല,
Praise the Lord. Praise the Lord. കൂടാരത്തിനകത്ത് ഒതുങ്ങാനല്ല. നമ്മൾ ചിന്തിക്കും, സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ലിബിയാതാന്റെ തലയെ തകർത്ത്, അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഒതുങ്ങുന്ന നിലയിൽ കാടപ്പക്ഷിയായിട്ട് അല്ലെങ്കിൽ ഇവിടെ വരെ കൊണ്ടെന്നെത്തിക്കാൻ കഴിയുമെങ്കിൽ എന്റെ കൂടാരത്തിനകത്തേക്ക് അല്ലെങ്കിൽ ഈ കാട് കൊണ്ടുവരാൻ പറ്റത്തില്ലേ എന്ന് ചിന്തിക്കുന്ന അനുഭവമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞ എന്റെ കരുത്തട്ടിക്കകത്തേക്ക് ഈ കാടെ കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് ചോദിക്കുന്ന അനുഭവം ഉണ്ടായിരിക്കാം. എന്നാൽ ഒരു കാര്യമുണ്ട്, നിന്റെ സ്ഥിതി ഒന്ന് മാറണം, നീ ഒന്ന് പുറത്തിറങ്ങണം, ഇതിനെ കുറുവരുപ്പൊന്ന് മാറി, നീ സ്ഥിതി ഒന്ന് മാറി പുറത്തിറങ്ങി നിന്റെ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്ന ചില വാക്തത്വങ്ങളെ പിടിച്ചെടുക്കാൻ തയ്യാറായ ഒരു കൊയ്ത്ത് നിനക്കുണ്ട്. പലപ്പോഴും വാക്തത്വം കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇന്നലകളിൽ ഒത്തിരി അല്ലെങ്കിൽ ദൈവിക ശബ്ദം കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ശബ്ദം കേട്ടിട്ട് ഭവനത്തിനുള്ളത് കൂടാരത്തിനുള്ളത് ഒതുക്കപ്പെടുന്ന അനുഭവം. എന്നാ ഒരു കാര്യം ഉറപ്പാ, വാക്തത്വം കേട്ടത് കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കത്തില്ല. അത് പിടിച്ചടക്കാൻ തയ്യാറാണോ? നിന്റെ സ്ഥിതി മാറി അതിനെ ഒന്ന് പിടിച്ചെടുക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു കൊയ്ത്തിന്റെ നാളായി തീരാ, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ കൊയ്ത്തിന്റെ നാളായി തീരാ. അല്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, അതേ സമയം അല്ലെങ്കിൽ അവസാനിച്ചിരിക്കുന്നല്ലോ, അല്ലെങ്കിൽ ഇതിനോട് അല്ലെങ്കിൽ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക, ദൈവവചന ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, യഹൂദേ, ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്തുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? അപ്പാ, അല്ലെങ്കിൽ എനിക്കൊരു കൊയ്ത്തുണ്ടെന്നുള്ളത് ദൈവവചന വാഗ്ദത്തമാ. എന്റെ സ്ഥിതി ഒന്ന് മാറുക. അല്ലെങ്കിൽ പലപ്പോഴും കരയിലിരിക്കുന്ന അനുഭവമാ, അല്ലെങ്കിൽ കരയിലിരിക്കുന്ന സാഹചര്യമാ. എന്നാൽ ആ സാഹചര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ആഴത്തിലേക്ക് ഇറങ്ങുക, ആഴത്തിലേക്ക് വല വിരിക്കുക. അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ചില വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ അകത്തേക്ക് വരുവത്തക്ക നിലയിൽ ഒരു ദൈവപ്രവർത്തി, ഒരു കൊയ്ത്ത് എനിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നത് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ